തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് കോലീബി സഖ്യം. ഈ അവിശ്വാസ പ്രമേയം പാസാക്കിയെടുക്കുന്നതിന് വേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ള മെമ്പർമാരെ കണ്ടെത്തുന്നതിന് ഒരു ടീമിനെ നിശ്ചയിച്ച് അവരെ മാസങ്ങളോളം ചർച്ച ചെയ്ത് ആളെ കണ്ടെത്തി തീരുമാനമെടുത്താണ് പാർട്ടി ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയത്തിലേക്ക് വന്നിട്ടുള്ളത്. ഈ കൂറുമാറിയ കോൺഗ്രസ് മെമ്പർ ഈ MC അസീസ് പ്രസിഡൻ്റായ അന്നു മുതൽ കൊപ്പം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ അദ്ദേഹത്തിനുള്ള സാമ്പത്തിക ബാധ്യത തീർക്കുന്നതിന് ഈ ഭരണസമിതിയെ ഉപയോഗിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് കൂട്ടുനിൽക്കാൻ മുസ്ലിം ലീഗ് പാർട്ടിയോ പ്രസിഡന്റോ തയ്യാറായിരുന്നില്ല. ഇതാണ് ഈ അവിശ്വാസത്തിലേക്ക് എത്തിച്ചതിൻ്റെ പ്രധാന ഘടകം. കൂറുമാറിയ ഈ മെമ്പറുടെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ തൻ്റെ സ്വന്തക്കാർക്ക് പഞ്ചായത്തിലെ മരാമത്ത് പണികൾ അവിഹിതമായി നൽകണമെന്ന് നിരന്തരം പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ മുസ്ലിം ലീഗും ഐക്യജനാധിപത്യ മുന്നണിയും തയ്യാറല്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം UDFുമായി പിണങ്ങി CPM പാളത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ഭരണ മാറ്റത്തിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന CPMൻ്റെ ഈ നിലപാടിനെ മുസ്ലിം ലീഗ് പാർട്ടി ശക്തമായി അപലപിക്കുകയാണ്. ഈ വലിയ സാമ്പത്തിക ക്രയവിക്രയത്തിലൂടെ UDFൻ്റെ ഒരംഗത്തെ കൂറുമാറ്റി ഈ ജനാധിപത്യ രീതിയിൽ വന്ന ഈ ഭരണത്തെ അട്ടിമറിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് 2005 തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒന്ന് ഓർക്കുന്നത് നല്ലതാവും എന്ന് CPMൻ്റെ നേതൃത്വത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാമ്പത്തികമായി വലിയ ദുർവ്യയമുണ്ടായതിൻ്റെ പേരിൽ കൂറുമാറിയ ഈ അംഗം വലിയ സാമ്പത്തിക ബാധ്യതയിലാണ്. പലപ്പോഴും പ്രിയപ്പെട്ട പ്രസിഡന്റിനോടും മുൻ UDF നേതൃത്വത്തോടും സാമ്പത്തികമായി പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഈ പണം നൽകാൻ നേതൃത്വം തയ്യാറായില്ല എന്നതൊരു സത്യമാണ്. പണം നൽകിയില്ലെങ്കിൽ CPMുമായി കൂട്ടുകൂടി ഈ ഭരണത്തെ അട്ടിമറിക്കുമെന്നും അദ്ദേഹം പലപ്പോഴായി ആവശ്യപ്പെട്ടിരുന്നു. ഈ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബാധ്യത മനസ്സിലാക്കി അത് മുതലെടുത്താണ് CPM ഇന്നുണ്ടായ ഈ അവിശ്വാസ പ്രമേയത്തിലൂടെ കൂറുമാറ്റി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന MC അസീസിനെതിരെ അവിശ്വാസ പ്രമേയം പാസ്സാക്കിയത് എന്നുകൂടി കൊപ്പത്തെ ജനാധിപത്യ വിശ്വാസികൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഭരണ അട്ടിമറി തീർച്ചയായും ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി കൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ കൂറുമാറിയ 4-ാം വാർഡ് മെമ്പർ ഷഫീഖ് വ്യക്തിപരമായി ഒരു നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ബന്ധമാണ്. പക്ഷേ സാമ്പത്തികമായ വലിയ ആവശ്യക്കാരനായതുകൊണ്ട് പലപ്പോഴും അതിലുണ്ടായ പ്രയാസങ്ങളിൽ നിന്ന് ഒരു വിട്ടുപോക്കാണ് അവൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നിരുന്നാലും കഴിഞ്ഞ ഈ 20 മാസക്കാലം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പ്രഭാപുരം സബ് സെൻറ്റർ 55 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ ഹോമിയോ ഡിസ്പെൻസറി, അതുപോലെ തന്നെ അവിടെ നമ്മുടെ കോർമോത്തുപടി അങ്കണവാടി പുതിയ കെട്ടിടം 12 ലക്ഷം, മറ്റു വൈദ്യുതി ഇരട്ടിപ്പിക്കൽ, അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ, വ്യക്തിഗത ആനുകൂല്യങ്ങളും റോഡുകൾ ഉൾപ്പെടെ ഏകദേശം 1 കോടി രൂപയുടെ ഒരു പ്രവർത്തനത്തിന് ഈ കൊപ്പം പഞ്ചായത്തിലെ മറ്റു 17 വാർഡ് മെമ്പർമാർക്കും കൊടുക്കാത്തൊരു പരിഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അവൻ മറ്റു രീതിയിൽ ആരോപിക്കുന്ന എല്ലാ ആരോപണങ്ങളും അത് സാമ്പത്തിക അടിസ്ഥാനത്തിൽ മാത്രം പോയതാണ്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഞാൻ കൂട്ടുനിൽക്കാത്തതിൻ്റെ ഒരു പ്രതികാരം മാത്രമാണ് ഇത്തരത്തിലുള്ള ആരോപണം. അതിനുള്ള തെളിവുകൾ കൊപ്പം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഏത് ലോണുകളാണ് വീട്ടിയിട്ടുള്ളതെന്നും ഇത് വീട്ടാനാവശ്യമായ ഫണ്ട് എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്നും നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകും. കൃത്യമായി ഈ ഭരണം അട്ടിമറിക്കാൻ ഒരു സ്ക്വാഡായി തന്നെ പ്രവർത്തിച്ചിരുന്നു. ാണോ എന്നുള്ളതിൻ്റെ തെളിവാണ് 3-4 ദിവസം അവൻ എവിടെയായിരുന്നു ഷഫീഖ്. ഇന്ന് 6 വണ്ടിയിലാണ് ഷഫീഖ് വന്നത്. ആരാണ് ഷഫീഖ് കൊണ്ടുവന്നത്? അവിശ്വാസം കഴിഞ്ഞ് ഷഫീഖ് ഏത് വണ്ടിയിലാണ് പോയത്? അത് അതിന് ഉദാഹരണമാണല്ലോ. ആ വലയത്തിലായിരുന്നു എന്നുള്ളതിന്. അത് നിങ്ങൾ പത്രക്കാർ കണ്ടല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞ ആവശ്യമില്ലല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.
കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.